ഹലോ എവ്രി വൺ. ഞങ്ങളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ സൈമൺ ചേട്ടനും ഉണ്ട്. സൈമൺ ചേട്ടനും ബാഴ്സലോണ സിറ്റിയിൽ തന്നെയാണ് താമസം. ഞങ്ങളിപ്പോൾ തറാസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിവിടെ നിന്നൊരു സിറ്റിയിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ഉണ്ട്. മുന്നൊക്കെ ഞങ്ങൾ ലോങ് ഡ്രൈവ് പോകുമ്പോൾ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കാറുള്ളത് സൈമൺ ചേട്ടനാണ് കേട്ടോ. ഇപ്പോൾ ഇതാ സൈമൺ ചേട്ടൻ എനിക്ക് സൈഡിലിരുന്ന് ഇൻസ്ട്രക്ഷൻസ് തരികയാണ്, ഓടിക്കുന്നതും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ. ഈ ഒരു വീഡിയോയിൽ ഞാനിവിടെ ഞങ്ങളുടെ ബാഴ്സലോണയിലുള്ള ഫാമിലീനെയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങളവിടെ എത്തി. ഈ മുന്നിൽ കാണുന്ന ബിൽഡിങ്ങിൽ തന്നെയാണ് കേട്ടോ അവരുടെ വീട്. ഞങ്ങൾ കാർ ഒരു ഗ്രൗണ്ടിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ വാർക്ക ഫാമിലിയിലെ ഏറ്റവും യങ്ങും വൈബ്രൻറ്റും ആയിട്ടുള്ളൊരു ആളാണ് കേട്ടോ സൈമൺ ചേട്ടൻ. എല്ലാത്തിനും നല്ല ചുറുചുറുക്കോട് കൂടിയിട്ട് എല്ലാ സെലിബ്രേഷനും അടിപൊളിയായിട്ടാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുക. അപ്പോൾ ഞങ്ങളവിടെ ഡോറിൻ്റെ അവിടെ എത്തി. ഡോറാണെങ്കിൽ തന്നെത്താനെ തുറന്നു. അപ്പോൾ ഞാൻ പിന്നിലോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു കുഞ്ഞ് ആൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹാരിയറ്റ്. ഇതാണ് ഞങ്ങളുടെ കുട്ടി ബർത്ത്ഡേ ബോയ് ബിനോയ് ചേട്ടൻ. പിന്നെ ഇത് ബിനോയ് ചേട്ടൻ്റെ വീടാണ്. അപ്പോൾ ബിനോയ് ചേട്ടനും ജിനി ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങളാണ് ആദ്യം എത്തിയത്. അപ്പോൾ എത്താത്തവരെയൊക്കെ ഒന്ന് കോൾ ചെയ്ത് അവിടെ ഉഷാറാക്കുകയാണ് കേട്ടോ. ഞങ്ങളോട് നേരത്തെ എത്താൻ പറഞ്ഞ ആളാണ് ഇപ്പോൾ ഈ കോളിലിരിക്കുന്നത്. അപ്പോൾ ടിങ്കും നിഷാജും എത്തി. നമ്മുടെ എല്ലാ പരിപാടികളിലും ഒരു ഉത്സാഹ കമ്മിറ്റി എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ ടിങ്കു. അതുപോലെ തന്നെയാണ് നിഷാജും. ഇത് ജിയ, ഹാരിറ്റ്, അത് കഴിഞ്ഞതാ അച്ചു, സുനിൽ, ജിനു പറയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ക്യാമറയൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണുന്നതെന്ന്. ഓരോരോ മാറ്റങ്ങൾ. അപ്പോൾ ഇത് അപ്പു. ഇനി ഇവർ ഓരോരുത്തരും ഇവരുടെ ഫ്രണ്ട്സൊക്കെ വരുന്നത് ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ കുറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ട്. അപ്പോൾ അതാ ഒരു കുട്ടി ഈവി, സെലിൻ, റയൻ, ഷെറി. സെലിനാണ് നമ്മുടെ ബിനോയ് ചേട്ടൻ്റെ ബർത്ത്ഡേ കേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞതാ നമ്മുടെ ജോർജ്, ആന്. അത് നമ്മുടെ കുട്ടി മാത്തു, ആനിൻ്റെയും ജോർജിൻ്റെയും മോനാണ്. പിന്നെ അതാ നമ്മുടെ അന്ന, ജോളി ചേച്ചി, സിബു ചേട്ടൻ ബിനോയ് ചേട്ടൻ്റെ ബ്രദറാണ് കേട്ടോ. ഇവരൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു 20+ ഇയേഴ്സായി ഇവിടെ ബാഴ്സലോണയിൽ സെറ്റിൽഡായിട്ട്. അപ്പോൾ എല്ലാവരും എത്തി. നമ്മൾ സ്പാർക്ലിംഗ് വൈനൊക്കെ പൊട്ടിച്ച് നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ബിനോയ് ചേട്ടനൊന്നും ഞെട്ടിപ്പോയി. എല്ലാവരും ഇതുപോലെ കൂടുമ്പോഴൊക്കെ ഒരുപാട് വിശേഷങ്ങളും സർപ്രൈസുകളും ഇതുപോലെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അതുപോലെ ജിനു ഉണ്ടാക്കിയ ധോക്ലയാണിത്. അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ലഡ്ഡു മുഴുവനും എനിക്കാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഷെറി. ഇതുപോലെ കുറേ ചളികളും കുറേ വിശേഷങ്ങളും തമാശകളും ഒക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് സെലിബ്രേഷൻസ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കേട്ടോ. ഇങ്ങനെയുള്ള സെലിബ്രേഷൻസ് വരുമ്പോഴാണ് എന്തെങ്കിലും ഒരു സർപ്രൈസോ അല്ലെങ്കിൽ ഗുഡ് ന്യൂസുകളൊക്കെ ആൾക്കാർ ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിനി കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ സെലിനാണ് ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. സെലിനും ജിനി ചേച്ചിയാണ് മിക്കവാറും കേക്ക് ബേക്കിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ചെയ്യുന്നത്. ഒരുവിധം ഇവിടെ എല്ലാവരുടെയും ബർത്ത്ഡേസിന് ഇവർ തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി കേക്ക് തന്നെയായിരുന്നു. അപ്പോൾ ബിനോയ് ചേട്ടൻ്റെ 51st ബർത്ത്ഡേ സെലിബ്രേഷനാണ് നമ്മുടെ ഇവിടെ. അങ്ങനെ അപ്പോൾ നല്ല യെല്ലോ കളർ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു കേക്കാണിത്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ സെലിൻ്റെ കേക്ക്. ജിനി ചേച്ചിയും സെലിനും തന്നെയുണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെ കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആവേശ മോഡലിലാണ് നമ്മുടെ ബിനോയ് ചേട്ടനെ കൊണ്ട് കേക്ക് കട്ടിപ്പിക്കാനുള്ള പ്ലാൻ. അപ്പോൾ നമ്മൾ ട്രെൻഡിൻ്റെ കൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ രണ്ടെണ്ണനെ പോലെ നല്ലോണം ഡ്രസ്സ് ചെയ്യാണ് ബിനോയ് ചേട്ടനെ എല്ലാവരും കൂടിയിട്ട്. കുറേ മാലയും വളയും ഒക്കെ ഇടിയിച്ച് നല്ല അടിപൊളിയായിട്ടാണ് ബിനോയ് ചേട്ടൻ്റെ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സെലിബ്രേഷൻ അടിപൊളിയാവണമെങ്കിൽ എല്ലാം കുറച്ച് ഓവർ ആവണമല്ലോ. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ നല്ല
ഓവറായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മോനെ അമ്പാനെ ഞാൻ കേക്ക് മുറിക്കട്ടെ. Ready, 1, 2, 3, start. പിന്നെ ഫുഡില്ലാതെ നമുക്ക് ഒരാഘോഷവും മുന്നോട്ട് നീങ്ങില്ലല്ലോ. അപ്പോൾ നമ്മുടെ ബിനോയ് ചേട്ടനും ജിനി ചേച്ചി ഉണ്ടാക്കിയ നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നേ. ബിനോയ് ചേട്ടൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അക്ഷയപാത്രം നിറയണ പോലെയാണ്, നിറച്ചുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ബിരിയാണി പാത്രം പോലെ തന്നെ ഒരെണ്ണം നമ്മൾ പൊട്ടിക്കാണ്ട് തന്നെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളതൊക്കെ എല്ലാവരും ആസ്വദിച്ച് നല്ലോണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ കഴിച്ച് എല്ലാവരും കഴിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായി കഴിഞ്ഞപ്പോഴും പിന്നെയും ഒരു ചെമ്പ് ബാക്കിയുണ്ട്. ഇതൊക്കെ നമുക്കിനി വീട്ടിലേക്ക് പാഴ്സൽ ചെയ്യാനും കൂടിയും അവർ തന്നയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തീർന്നിട്ടില്ല. ഇനി നമ്മുടെ ജിനു ഉണ്ടാക്കിയ ചക്കപ്പായസം കൂടിയും കഴിച്ചു. അതും കൂടിയും കഴിഞ്ഞപ്പോൾ ഞാനൊരു സൈഡായി പോയിട്ടു. നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാവരും പിരിയാണ്. അപ്പോൾ എല്ലാവരും ബായൊക്കെ പറഞ്ഞും സംസാരിച്ചും തീരാത്തത് തന്നെ ഞങ്ങൾ ബായ് പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ് കേട്ടോ ഡ്രൈവിങ്. ശരിക്കും പറഞ്ഞാൽ സുനി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ തന്നെ തീരുമാനിച്ചത്. എന്തൊക്കെയുണ്ടെങ്കിലും കുറേ ഇനിയും സ്റ്റഡി ആവാനുണ്ടെങ്കിലും ഞാനിപ്പോൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് ഡ്രൈവിംഗ് കേട്ടോ. ഇനിയിപ്പോൾ എത്ര ലോങ് ഡിസ്റ്റൻസ് പോകാനും എന്നെക്കൊണ്ട് ഒരു മടിയും ഇല്ലാണ്ടായി. അപ്പോൾ അടിപൊളി ഒരു സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നല്ലോണം എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഈവനിങ് കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ബൈ ബൈ.